അമ്മണി എന്നല്ലേ പേര്? അതെ, ഞാൻ മറന്നിട്ടില്ല. എന്നെ വിളിപ്പിച്ചു എന്ന് പണിക്കരയേട്ടൻ വന്ന് പറഞ്ഞപ്പോൾ അത്ഭുതം തോന്നി. അതും നിങ്ങൾ വിളിച്ചു എന്നറിഞ്ഞപ്പോൾ. അതുകൊണ്ട് മാത്രം വന്നതാണ്. സാരമില്ല, ഞാൻ പൊയ്ക്കൊള്ളാം. ഈ മുറി അമ്മയ്ക്ക് ഉപയോഗിക്കാം. എന്താവശ്യമുണ്ടെങ്കിലും എന്നോട് പറയാം. സാവിത്രി, അമ്മണിക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടുണ്ട്. സാവിത്രി അമ്മണിയാണെന്ന് അറിഞ്ഞില്ല അല്ലേ? അറിഞ്ഞിരുന്നെങ്കിൽ പാവം സ്ത്രീ, അവർക്ക് അവരുടെ മകനെയും രക്ഷപ്പെടുത്തി കൊടുക്കും. കോടതിയിൽ അച്ഛൻ എന്നെ എതിർക്കുന്നു. വീട്ടിൽ എന്റെ അമ്മ ഞാൻ എതിർക്കുന്ന കക്ഷിയുടെ അമ്മയെ വിളിച്ച് താമസിപ്പിച്ചിരിക്കുന്നു. ആരൊക്കെ എതിർത്താലും ഒടുവിൽ ജയിക്കുന്നത് ഞാൻ തന്നെ ആയിരിക്കും. അച്ഛന്റെ ജയമാണ് വലുത്. മകന്റെ ജയവും. ഇതിനിടയിൽ ഈ അമ്മയുടെ മനസ്സിൽ ആര് ജയിക്കുന്നു, ആര് തോൽക്കുന്നു, ആ വേദന ആരറിയാൻ? മലങ്കോള പട്ടിക്കേസാ. ഒരൽശേഷം പട്ടിക്ക് വേണ്ടി സ്വന്തം ഭാര്യ സ്വന്തം ഭർത്താവിനെ കൊന്ന്. മനുഷ്യനേക്കാൾ മെച്ചം പട്ടിയാണെന്ന് മിസി മനസ്സിലാക്കി. എന്തിനാണ് ഒരു പീറ പട്ടിക്ക് വേണ്ടി ഭർത്താവിനെ കൊല്ലുന്നത്? കാമുകന്മാർക്ക് വേണ്ടി ഭർത്താക്കന്മാരെ കൊന്ന കഥ ഞാൻ കേട്ടിട്ടുണ്ട്. മിസിക്ക് പട്ടിയോടും പട്ടിക്ക് മിസിയോടും പരമ ലവായിരുന്നു. ഒരു ദിവസം പട്ടിയുടെ ലവ് കണ്ട് ഹസ്ബൻഡ് സായിവ് വന്ന്. സിനിമയിലെ ക്ലൈമാക്സ് പോലെ സായിവ് മിസി ഒന്ന് പെരുമാറി. പിന്നെ ജെയിംസ് ബോണ്ട് ആക്ഷനാണ്. സായിവ് പട്ടിയെ ഷൂട്ട് ചെയ്തു. മിസിക്ക് സഹിക്കാൻ പറ്റിയില്ല. മിസി മേശോർന്ന് തോക്കെടുത്ത് ഒരു പട്ടിക്ക് വേണ്ടി മനുഷ്യൻ ഇങ്ങനെയൊക്കെ ചെയ്യൂ? നീ ഇന്നലെ വൈകുന്നേരം എവിടെ പോയി? നിന്നെ ചന്തമുക്കിലെ ഷാപ്പിലെ മുതലാളി അന്വേഷിച്ചു വന്നിരുന്നു. ഞാൻ ഫുട്ബോൾ മാച്ചസിന് പോയി. നല്ലൊരു കോൾ വന്നപ്പോൾ അവന്റെ ഒരു ഫുട്ബോൾ കളി കാണാൻ പോയി. ചേട്ടന് പറയാ, ഫുട്ബോളും ഞാനും രാഷ്ട്രീയവും കാലുമാറ്റം പോലെ അമേദ്യമായ ബന്ധമുണ്ട്. അയാളോ നിഷേധി, പറഞ്ഞാ കേക്കില്ല, പറഞ്ഞാ മനസ്സിലാകുകയില്ല. നീയോ ആ കൊലപാതകയുടെ തള്ളയെ വിളിച്ചുകൂടെ താമസിപ്പിക്കാൻ നീയും കൂട്ടുന്നുണ്ട്. ഇവരേതാ സ്ത്രീ? ഇവരാണോ ആ കൊലപാതകയുടെ തള്ള? ഇവിടെ വരൂ. എന്താ പേര്? അമ്മണി. എന്താ ജാതി? ചോദിച്ചത് കേട്ടില്ലേ? എന്താ ജാതിയെന്ന്? ജാതിയും കുലമൊന്നും ഇല്ലാത്തനമായിരിക്കും. അച്ഛൻ വരൂ. ഇല്ലില്ല, വരാനും ഇരിക്കാനൊന്നും ഞാനില്ല. ഈ സ്ത്രീ ഏതാ? എന്താ ജാതി? ചുറ്റുപാടെന്താ? ഇത് വല്ലതും അന്വേഷിച്ചിട്ടാണോ നീ ഇവിടെ വിളിച്ച് താമസിപ്പിച്ചത്? ഇനി അവൻ വിളിച്ച് താമസിപ്പിച്ചാലും ഇറക്കി വിടേണ്ടത് നിന്റെ ബുദ്ധിയല്ലേ? ഏതായാലും വന്നതൊക്കെ വന്നു. ഇനി താമസിക്കണ്ട, വേഗം പറഞ്ഞു വിട്ടോളൂ. ഇല്ല ചാ, അത് പറ്റില്ല. പറ്റില്ലെന്നു? നീ എന്തായി പറയുന്നത്? ശിവ ശിവ. അദ്ദേഹം അനുവദിക്കുന്നിടത്തോളം അമ്മണി ഇവിടെ തന്നെ താമസിക്കും. അച്ഛൻ ഇതിൽ ഇടപെടരുത്. ഇടപെടരുന്നു? തോന്നിയാസം കാണിച്ച പിന്നെ ഇടപെടാതെ? ക്ഷമിക്കണം അച്ഛാ, ഇത് അദ്ദേഹത്തിന്റെ വീടാണ്. അദ്ദേഹത്തിന്റെ ഇഷ്ടമേ ഇവിടെ നടക്കൂ. എന്ത് എന്ത്?
നീ എന്താ പറഞ്ഞത്? അദ്ദേഹത്തിന്റെ വീട്, അദ്ദേഹത്തിന്റെ ഇഷ്ടം. നീ തന്നെ എന്നോട് ഇത് പറയണം, അതും ഈ സ്ത്രീയുടെ മുമ്പിൽ വെച്ച്. മതി മോളെ, മതി. ഇനി ഞാനിവിടെ നിൽക്കില്ല. ഇനി പഠിക്കകത്ത് ഞാൻ കയറി. ഞാൻ പൊയ്ക്കൊള്ള. പണിക്കരി ചേട്ടനോട് ആവോളം പറഞ്ഞതാണ് ഞാൻ വരില്ല എന്ന്. ഒരിക്കലും ഞാൻ വരാൻ ആഗ്രഹിച്ചതുമല്ല. നിങ്ങൾ കൂടി വിളിച്ചെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് വന്നത്. ഇനി ഞാനിവിടെ നിന്നുകൂടാ. പൊയ്ക്കോട്ടെ. പാടില്ല. അമ്മണി പോയാൽ അദ്ദേഹത്തിന് മനസ്സ് വേദനിക്കും. അതിന് ഞാൻ അനുവദിക്കില്ല. അയ്യോ, ഇന്ന് രാവിലെ ഏതരപ്പാളിയെ കണി കൊണ്ടാണ് ഞാൻ ഇറങ്ങിയത്. ഒറ്റ ദരിദ്രവാസിയും കാണാനില്ല. പണ്ടോറടങ്ങാനായിട്ട്. ഇതിന്റെ ദൈവമേ. മകരച്ചൊവ്വ ബുധനാഴ്ച വന്നത് കൊണ്ടായിരിക്കും. ഒന്ന് പോടോ, തന്റെ ഒരു മകരച്ചൊവ്വ. എടാ വേണ്ടേ, ഒരു 10 മണീസ് കിടന്നേ. നാളെ തരാ. എന്റെ കയ്യിൽ എവിടെ നിന്നാ മണീസ്? താൻ മണീസ് ഒന്നും ഇനി വേണ്ടില്ല. ഒരു 10 മണീസിനുള്ള സ്റ്റാമ്പ് തന്നാ മതി. ഉള്ളിക്കും പഞ്ചസാരയ്ക്കും സിമെന്റിനും ആപ്ലിക്കേഷൻ കൊടുക്കാനുള്ള തിരക്ക് കണ്ടില്ലേ അവിടെ? ഞാൻ ബ്ലാക്കില് സ്റ്റാമ്പ് വിറ്റ് കാശുണ്ടായിക്കോളാട്ടാ. പോസ്റ്റ് ഫീസ് സ്റ്റാമ്പ് ബ്ലാക്കിൽ വെക്കുന്നു. നീ ആള് കൊള്ളാമല്ലടാ. എങ്കേ ഇത് ഗവൺമെന്റ് വക സ്റ്റാമ്പാ. സ്റ്റാമ്പ് തരത്തില്ല. തന്റെ ഗവൺമെന്റ് എന്നാടോ മണീസ് ഉണ്ടായത്? ഒരു സാക്ഷി വേണമല്ലോ. അയാൾ സാക്ഷിമത്തായി. എന്നെ ഒന്ന് സഹായിക്കണം. പറയൂ. എനിക്കൊരു ഭർത്താവിനെ വേണം. സാധാരണ സ്ത്രീകളാണ് ഭർത്താവിനെ വേണമെന്ന് പറഞ്ഞ് വരാറുള്ളത്. ഇത് കൊള്ളാമല്ലോ. ലഭിതേ, താൻ ഇടയ്ക്കറി ഇന്റർഫയറിംഗ് ചെയ്യരുത്. ഇത് ഞങ്ങൾ തമ്മിലുള്ള ബിസിനസ് കാര്യമാണ്. നിങ്ങൾ ഉടനെ ഒന്ന് പോലീസ് സ്റ്റേഷൻ വരെ വരണം. അതിനെന്താ? പോലീസ് സ്റ്റേഷനിലോ? വ്യഭിചാര കുറ്റത്തിന് അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലിട്ടിരിക്കുന്ന സ്ത്രീ തന്റെ ഭാര്യയാണെന്നൊന്ന് പറയണം. ഇത്രേ ഉള്ളൂ. ശരി, ഞാൻ ഏറ്റു. പോകാം. പാവം, ഇവന്റെ ഒരു ഗതികേട്. പുതിയതായി സ്ഥലം മാറി വന്ന ഇൻസ്പെക്ടറാ. ഭയങ്കര അടിയാ. അടിയൻ. കോടതി പോലെയല്ല പോലീസ് സ്റ്റേഷൻ. അവിടെ കറുത്തി ഉടുപ്പ്, ഇവിടെ കാക്കി ഉടുപ്പ്. അവിടെ വക്കീലിന്റെ ലാത്തി, ഇവിടെ പോലീസിന്റെ ലാത്തി. എങ്ങനെയെങ്കിലും എന്റെ കൂട്ടുകാരനെ രക്ഷിച്ചേ പറ്റൂ. എന്റെ ഭാര്യയാണെന്ന് പറഞ്ഞാൽ ലോ പോയിന്റ് പ്രകാരം എനിക്ക് അടികൊള്ളൂല്ലേ? ഇവിടത്തെ ഒരു പോലീസുകാരൻ എന്റെ ഭാര്യയെ കണ്ടിട്ടുള്ളതാണ്. അപ്പൊ ഇനി എന്ത് ചെയ്യും? അയാൾ കല്യാണം കഴിച്ച് 2 കുട്ടികളുള്ളതാ. ആളുകൾ അറിഞ്ഞാൽ. ശരി, ഒരു 30 മണീസും എടുക്കൂ. വഴി ഉണ്ടാക്കാം. കാശ് എത്ര വേണമെങ്കിലും തരാം ഞാൻ. എപ്പോഴാണ് സംഭവം നടന്നത്? ഉച്ചയ്ക്ക് 1 മണിക്ക്. അപ്പൊ ന്യൂൺ ഷോ ആണല്ലേ? ദൈവം സെക്കൻഡ് ഷോയ്ക്ക് അനുവദിച്ചിട്ടുള്ള പരിപാടി നിങ്ങൾ ന്യൂൺ ഷോ ആയിട്ട് അങ്ങനെ അവതരിപ്പിച്ചു. കൊള്ള. അപ്പൊ അകത്ത് നിൽക്കുന്ന ആ സ്ത്രീ തന്റെ കൂട്ടുകാരന്റെ ഭാര്യയാണെന്ന് ഞാൻ പറയണമല്ലേ? വാ 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 വാ. പേടിക്കണ്ട, വാ.